ഭാഗം 6. പാവപ്പെട്ടവരുടെ ക്രിസ്മസ്. 1000 തവണയെങ്കിലും പോപ്പ് വഴിയിലിറങ്ങി നോക്കിയിരിക്കും. വെളുത്ത മോറീസ് മൈനർ ദൂരെ ബീച്ച് റോഡിലൂടെ വരുന്നുണ്ടോ? നിരാശനായി തിരിച്ച് വീട്ടിനകത്തേക്ക് നടക്കും. അവരൊന്നും വരികയുണ്ടാവില്ല. അവൻ സ്വയം പിറുപിറുക്കും. അവനപ്പോൾ ആകെ ഉന്മേഷക്കുറവ് തോന്നും. ലില്ലി വരാമെന്ന് ഉറപ്പ് പറഞ്ഞതാണ്. പക്ഷേ അപ്പൂപ്പൻ കളിയാക്കുന്ന മട്ടിലല്ലേ തൻ്റെ പുറത്ത് തട്ടിയത്? അല്ലെങ്കിൽ ആ പൊട്ട കുടിലിലേക്ക് ആര് വരാൻ? ചേച്ചി പോലും വന്നില്ല. എന്നിട്ടല്ലേ? ചേച്ചിക്ക് വരാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഭർത്താവ് പറഞ്ഞയക്കാഞ്ഞിട്ടാണ്. പോപ്പിനെ വേലക്കാരൻ്റെ കൂടെ ബസ്സിൽ പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. തലേന്ന് അപ്പൻ ഉപ്പും മുളകും മഞ്ഞളും തേച്ചുണക്കിയ മത്സ്യം കൊടുത്തയച്ചിരുന്നു. ചേച്ചിക്ക് വെളുത്ത് അരിമണി പോലെയുള്ള ഒരു പിടി ശംഖുകളും. അരിമണി പോലുള്ള വെള്ള ശംഖുകൾ കൊണ്ട് ചേച്ചി ഭംഗിയുള്ള മാല കെട്ടാറുണ്ട് അത്താഴത്തിന്. പക്ഷേ മത്സ്യം പൊരിച്ചത് കൂട്ടുമ്പോൾ ചേച്ചിയുടെ ഭർത്താവ് അപ്പനെപ്പറ്റി അന്വേഷിച്ചു. നിന്റെ അപ്പന് ഇപ്പോഴും നല്ല ആരോഗ്യമൊക്കെ ഉണ്ട് ഇല്ലേ? ആട്ടെ, ഇത്തിരി പൊരിച്ച മീനുടെത്താ. നിന്റെ അപ്പൻ കടലിൽ നിന്ന് ഇതെല്ലാം വലിച്ചു കയറ്റി ഇവിടെ എത്തിച്ചതല്ലേ, തിന്നുകളയാം. ചേച്ചിയുടെ ഭർത്താവിന് അപ്പനെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അപ്പൻ അവിടെ ചെല്ലുന്നത് അയാൾ വെറുത്തിരുന്നു. അത് അയാളുടെ അന്തസ്സിന് കുറവാണത്രേ. അപ്പൻ മരിക്കുമ്പോൾ മാത്രമേ അയാൾ ചേച്ചിയെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയുള്ളൂ. മീൻ നാർന്ന മുക്കുവനല്ലേ അപ്പൻ. അയാൾ ഭാര്യയുടെ അപ്പനാണെന്ന് മറ്റുള്ളവരോട് എങ്ങനെ പറയും? തന്നെയുമല്ല, സദാ കുടിച്ച് ലെക്ക് കിട്ട് നടക്കുകയും. അതുകൊണ്ട് അയാൾക്ക് എപ്പോഴും അപ്പന് ദേഷ്യമായിരുന്നു. ഇത്തവണ ക്രിസ്മസ് അവധിക്ക് പോരുമ്പോൾ ചേച്ചി തന്നെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. ചേച്ചിക്ക് അപ്പനെ ഒന്ന് കാണുകയും വേണം. ഭർത്താവിൻ്റെ പണത്തിൻ്റെ ഹുങ്കിനേക്കാൾ 1000 ഇരട്ടി വലിയ അഭിമാനമുള്ള ആളായിരുന്നു അവളുടെ അപ്പൻ. അവളുടെ ഭർത്താവിന് ഇഷ്ടമില്ലെന്നറിഞ്ഞ നിമിഷം മുതൽ അദ്ദേഹം അയാളെ കാണാൻ പോകാറില്ല. എത്രയോ കാലമായി അപ്പനെ ഒന്ന് കണ്ടിട്ട് അവൾ എങ്ങനെയും പോകാൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ അവസാന നിമിഷത്തിൽ കർശനമായി അയാളത് തടഞ്ഞു. എന്നിട്ട് പോപ്പിനെ വേലക്കാരൻ്റെ കൂടെ പറഞ്ഞു വിട്ടു. ചേച്ചി പോലും കടക്കാത്ത വീട്ടിലേക്ക് ലില്ലി വരികയോ? പോപ്പ് ഇനി അവളെ പ്രതീക്ഷിക്കില്ല. അവൻ അപ്പനെ വലകെട്ടാൻ സഹായിച്ചു. പക്ഷെ തീർത്തും അപ്രതീക്ഷിതമായി വഴിയുടെ വളവിൽ ഒരു വെളുത്ത കാർ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്തു. പോപ്പ് ഒരു ഞെട്ടലോടെ ചാടി എണീറ്റു. അവൻ്റെ കയ്യിൽ നിന്ന് വല താഴെ വീണു. എന്തെടാ പോപ്പേ, കൈ ഉറക്കണില്ലേ? അവൻ്റെ അപ്പൻ ചോദിച്ചു. ഒറ്റ ചാട്ടത്തിന് മുറ്റത്തിറങ്ങി സൂക്ഷിച്ചു നോക്കിയിട്ട് അവൻ അടക്കി പിടിച്ച ശബ്ദത്തിൽ അപ്പനോട് പറഞ്ഞു, അവര് പോടച്ചക്ക, അവര്. സത്യമായിട്ടും അപ്പ, അത് ലില്ലിയുടെ കാറാണ്. നിനക്ക് ഭ്രാന്തുണ്ടോടാ പോപ്പേ? അയാൾ വലച്ചരട് കടിച്ചു പിടിച്ചു. അവരെ പോലുള്ള ആൾക്കാരൊന്നും നിന്റെ ഈ മീനാർന്ന കുടിലിലേക്ക് വരാൻ പോണില്ല. വന്ന് ഈ വല പിടിച്ചതാ. പക്ഷേ ലില്ലിയുടെ കാറ് അവരുടെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ മിന്നിപ്പാഞ്ഞു വന്നു. അപ്പാ, അവർ വരികയാണ് കേട്ടോ, കളിയൊന്നുമല്ല. പോപ്പ് ആകെ വിളറി. അവന് പരിഭ്രമമായി. അപ്പൻ പക്ഷേ ഇരുന്നിടത്ത് നിന്നും ഇളകിയില്ല. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. എടാ പോപ്പേ, നിനക്കെന്തു പറ്റി? അപ്പോഴേക്കും പോപ്പ് ഒരു ഓട്ടം വെച്ചു കൊടുത്തു. ഓലമേഞ്ഞ് കെട്ടിയ വേലിക്കപ്പുറത്ത് ലില്ലിയുടെ കാർ വന്ന് നിന്നു. പോപ്പിൻ്റെ അപ്പൻ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. പറഞ്ഞ് പോപ്പ് പറഞ്ഞതുപോലെ തന്നെയാണല്ലോ കാര്യങ്ങൾ. ഒരു വെളുത്ത കാർ സത്യമായും തൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അയാൾ വായും പൊളിച്ച് നിൽക്കെ ഒരു തുമ്പിയെപ്പോലെ കാറ് തുറന്ന് ലില്ലി പുറത്തേക്ക് ചാടി. ആകെപ്പാടെ വല്ലാത്തൊരമ്പരപ്പ് അയാളെ കീഴടക്കി. ലില്ലിയുടെ അപ്പൂപ്പൻ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴാവട്ടെ അത് കൂടുകയും ചെയ്തു. നീണ്ടുയർന്ന അജാനബാഹുവായ ഒരാൾ, വെള്ളി കെട്ടിയ വടി, വായിൽ കടിച്ചു പിടിച്ച പൈപ്പ്,
തൂവെള്ള വേഷം, നരച്ചതെങ്കിലും ഗാംഭീര്യമുള്ള കനത്ത മീശ, വലിയ അല്പം ചുവന്ന കണ്ണുകൾ. ആ രൂപവും പ്രൗഢിയും പാവപ്പെട്ട മുക്കുവിനെ വല്ലാതെ പരിഭ്രമിപ്പിച്ചു. അയാൾ കൈകൂപ്പി. ലില്ലിയുടെ അപ്പൂപ്പൻ തുറന്ന ഒരു ചിരിയോടെ അയാളുടെ തോളിൽ തട്ടി. അയാളുടെ നടു കുനിഞ്ഞു. വരൂ പോപ്പേ, ഞാൻ നിനക്കൊരു ക്രിസ്മസ് സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, ലില്ലി വിളിച്ചു പറഞ്ഞു. അവൾ കാറിൻ്റെ ബാക്ക് സീറ്റിൽ നിന്ന് ഒരു സമ്മാന പൊതിയെടുത്ത് പോപ്പിന് നീട്ടി. സ്കൂളിൽ അവൾ കാണാറുള്ളത്ര മോടിയുള്ള വേഷമായിരുന്നില്ല പോപ്പിൻ്റേത്. കടപ്പുറത്തെ ഒരു സാധാരണ കുട്ടി. ലില്ലിക്കത് ഇഷ്ടമായില്ല. നീ എന്താ ഇങ്ങനെ? അവൾ അടക്കി ചോദിച്ചു. എങ്ങനെ? ഒരു വൃത്തിയുമില്ലാതെ. പോപ്പ് നാണക്കേടോടെ തന്നെത്താനൊന്ന് നോക്കി. വൃത്തികേടൊന്നുമില്ല, ഒരു പഴയ കീറി തുന്നലുള്ള ഷർട്ടാണെന്ന് മാത്രം, അല്പം നിറം മങ്ങിയത്. ഓ, അവൻ പറഞ്ഞു. പക്ഷേ അവൻ്റെ അഭിമാനം മുറിഞ്ഞു പോയിരുന്നു. ഉടനെ പോയി മാറ്റുക എന്നത് മോശമാണ്. കഷ്ടം, ഒന്നൊരുങ്ങി നിൽക്കേണ്ടതായിരുന്നു. വരൂ, കാറിൽ ഇനിയും ഒരുപാട് സാധനങ്ങളുണ്ട്. അവൾ അവനെ പിടിച്ചു വലിച്ചു. ലില്ലിയുടെ അപ്പൂപ്പൻ ഉമ്മറത്തേക്ക് കയറുമ്പോൾ തല തട്ടാതിരിക്കാൻ നന്നായി കുനിയേണ്ടി വന്നു. കരി ഉരച്ച് തേച്ച ഉമ്മറത്ത് വൃത്തിയുള്ള ഒരു കയറ്റുപായി ഇട്ടിരുന്നു. ഉമ്മറത്തിൻ്റെ ഒരറ്റത്ത് പോപ്പിൻ്റെ അപ്പൻ്റെ വലകളും കൂടകളും ചൂണ്ടകളും അടുക്കി വെച്ചിരുന്നു. ഉയരം കുറഞ്ഞ മൺചുമരുകളും ഇടുങ്ങിയ വാതിലുകളുമുള്ള ആ വീടിൻ്റെ ഉമ്മറത്ത് അപ്പൂപ്പന് നീണ്ടു നിവർന്ന് നിൽക്കാൻ പറ്റില്ല. ഒരു തോർത്തെടുത്ത് കയറ്റുകട്ടിലിൽ വിരിച്ചു. പോപ്പിൻ്റെ അപ്പൻ ഭവ്യതയോടെ അപ്പൂപ്പനെ ക്ഷണിച്ചു. ഇരിക്കൂ. തൻ്റെ വീടിൻ്റെ ചെറുപ്പവും ഭംഗിക്കുറവുമാണ് ലില്ലി ശ്രദ്ധിക്കുന്നതെന്നും ഇനിമേൽ അവൾക്ക് തന്നോട് മതിപ്പുണ്ടാവുകയില്ലെന്നും പോപ്പ് ഓർത്തു. ലില്ലി പക്ഷേ കൗതുകത്തോടെ എല്ലാം കാണുകയായിരുന്നു. മുറിക്കകത്ത് ഒരു കയറ്റുകട്ടിലും ഉയരം കുറഞ്ഞ 2 കസേരകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെള്ള പൂശിയ ചുമരിൽ ക്രിസ്തുവിൻ്റെ ചിത്രവും ഒരു കുരിശും തൂക്കിയിട്ടിരുന്നു. മുറിയുടെ നടുക്കിട്ട പെട്ടിപ്പുറത്ത് ലേസ് കൊണ്ടുള്ള ഒരു വിരിപ്പിട്ടിരുന്നു. കക്കകളും ശംഖുകളും ഒട്ടിച്ച് ഒരു കൊച്ചു പള്ളിയുടെ മാതൃക ഉണ്ടാക്കി വെച്ചിരുന്നു. ലില്ലിക്ക് അതിയായ കൗതുകം തോന്നി. അതെൻ്റെ ചേച്ചി ഉണ്ടാക്കിയതാണ്, പോപ്പ് പറഞ്ഞു. ഇവിടെ സൗകര്യങ്ങളൊന്നുമില്ല. പോപ്പിൻ്റെ അപ്പൻ അപ്പൂപ്പനോട് ഒരു ക്ഷമാപണം പോലെ പറഞ്ഞു. അപ്പൂപ്പൻ അത് കേട്ട് ഉറക്കെ ചിരിച്ചു. സൗകര്യങ്ങളോ? ആർക്ക്? പോപ്പിൻ്റെ അപ്പന് എന്ത് വേണമെന്ന് ഒരു പിടിയുമില്ലായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തെ സൽക്കരിക്കുക? എന്താണ് അദ്ദേഹത്തോട് പറയുക? അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞാലോ? എന്തു ഭംഗി! ലില്ലി ദൂരെ കടലിലേക്ക് ചൂണ്ടിക്കാട്ടി. അവർ മുറ്റത്തേക്കിറങ്ങി. പോപ്പിൻ്റെ ഉത്സാഹം തിരിച്ചു വന്നു. ശരിയാണ് ലില്ലിയപ്പ, കടലിൽ നല്ല ഭംഗിയാണ്. നിന്റെ പോലെ തന്നെയാണ് അത് പലപ്പോഴും, പോപ്പ് തമാശയോടെ പറഞ്ഞു. ലില്ലി ചോദ്യരൂപത്തിൽ കണ്ണുയർത്തി അവനെ നോക്കി. അതായത്? ഞാൻ പറയാം കേട്ടോ, ലില്ലിയുടെ പോലെ ഭയങ്കര ശുണ്ഠിക്കാരിയാണ് കടൽ, അതുപോലെ വല്ലാത്ത സ്നേഹക്കാരിയുമാണ്. ലില്ലി ഗൗരവം നടിച്ചു. അവൾക്ക് ആ തമാശ അത്ര ഇഷ്ടമായില്ല. സ്കൂളിലാണെങ്കിൽ അവൾ വഴക്ക് കൂടാൻ ഇതൊരു കാരണമാക്കിയേനെ. ലില്ലി വെറുതെ മൂളി. എന്നാലും കടലിന് ഭംഗിയുണ്ട്, അവൾ സമ്മതിച്ചു. അവർ കടൽ തീരത്ത് കുറേ നേരം നടന്നു. അപ്പൂപ്പനും കൂടെ വന്നിട്ട് മാത്രമേ താൻ കടലിനടുത്തേക്ക് പോകൂ എന്ന് ലില്ലി പറഞ്ഞു. ഉച്ചയ്ക്കാണ് ലില്ലിയുടെ അപ്പൂപ്പൻ വാങ്ങിക്കൊണ്ടുവന്ന സമ്മാനപ്പൊതികൾ അഴിച്ചത്. പോപ്പിന് വേണ്ടി തിളങ്ങുന്ന ഒരു മിഠായിപ്പെട്ടി, പിന്നെ ഒരു ക്രിസ്മസ് കേക്ക്, തിളങ്ങുന്ന നക്ഷത്ര വിളക്കുകൾ, ബലൂണുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. കൂടെ ഒരു കളിത്തോക്കും പട്ടാളക്കുപ്പായവും. തോക്കുകൊണ്ട് താനൊരു കടൽ പക്ഷിയെ വെടിവെച്ച് വീഴ്ത്തുമെന്ന് പോപ്പ് പറഞ്ഞു. മുറ്റത്ത് മീൻ പിടിക്കുന്ന വല വലിച്ചു കെട്ടി അവർ നക്ഷത്രങ്ങൾ അതിൽ കൊളുത്തിയിട്ടു. ബലൂണുകൾ വീർപ്പിച്ചു തൂക്കിയിട്ടു.
പിന്നെ നീല നിറമുള്ള കടലാസ് കഷ്ണങ്ങൾ വെട്ടി ഹാപ്പി ക്രിസ്മസ് എന്നെഴുതി കാർഡുകൾ മണലിൽ കുഴിച്ചു നിർത്തി. പോപ്പ് ഒരു ചൂളമരത്തിൻ്റെ വലിയ ചില്ല സമ്പാദിച്ചു കൊണ്ടുവന്നിരുന്നു. അവർ അത് മണലിൽ കുഴിച്ചിട്ട് ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി. ആകെപ്പാടെ വല്ലാത്ത ബഹളം. പോപ്പിൻ്റെ വീടിനടുത്തുള്ള കുട്ടികൾ ഈ പുതിയ കാഴ്ച കാണാൻ വേലിക്കപ്പുറത്ത് വന്നു നിന്നു. അപ്പൂപ്പൻ അവർക്കെല്ലാം മിഠായിയും ബലൂണും കൊടുത്തു. കുട്ടികൾ ആർത്തു വിളിച്ചു. പോപ്പിൻ്റെ അപ്പൻ ചോറുണ്ടാക്കി, മസാല ചേർത്ത ഇറച്ചിക്കറി ഉണ്ടാക്കി, പിന്നെ ഏറ്റവും നല്ല മീൻ പൊരിച്ചതും തയ്യാറാക്കി. തെങ്ങുകളുടെ നിഴലിൽ മണലിൽ കയറ്റുപായി വലിച്ചിട്ട് അവർ ഭക്ഷണം കഴിക്കാനിരുന്നു. നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു. ആകാശത്തിന് ഡിസംബറിലെ തിളങ്ങുന്ന നീല നിറമുണ്ടായിരുന്നു. മസാലക്കറിയിൽ റൊട്ടി മുക്കി തിന്നുമ്പോൾ ലില്ലി അപ്പൂപ്പനെ നോക്കി ചിരിച്ചു. അപ്പൂപ്പനും പോപ്പിൻ്റെ അപ്പനും കൊണ്ടുപിടിച്ച സംസാരമാണ്. പോപ്പിൻ്റെ അപ്പൻ വലിയ ഉത്സാഹത്തിലാണ്. മരക്കയ്യിലുകൊണ്ട് തൻ്റെ അതിഥികൾക്ക് നിർലോഭം വിളമ്പുന്നതിനിടയിൽ അദ്ദേഹം വാതോരാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെ എത്രയും വലിയ കുരിശേ എന്ന പാട്ടും മൂളിക്കൊണ്ടിരുന്നു. സംസാരിക്കുമ്പോൾ അയാളുടെ കഴുത്തിൽ കറുത്ത ചരടിൽ ഇറുക്കി കെട്ടിയിരുന്ന പൊന്നിൻ്റെ കാശുരൂപം വെട്ടിത്തിളങ്ങി. സന്ധ്യയ്ക്ക് അപ്പൂപ്പനും ലില്ലിയും പോപ്പും കൂടി കടൽ തീരത്തുകൂടെ നടക്കാൻ പോയി. പോപ്പിൻ്റെ അപ്പൻ വൈകുന്നേരത്തെ ഭക്ഷണം പാകം ചെയ്യുന്നതിനു വേണ്ടി വീട്ടിൽ തന്നെ ഇരുന്നു. അപ്പൂപ്പൻ്റെ 2 കൈയിലും മുറുകെ പിടിച്ചുകൊണ്ട് കുട്ടികൾ തിരമാലകളിലേക്ക് ഇറങ്ങി നിന്നു. കാലിനടിയിൽ നിന്ന് മണ്ണൊലിച്ചുപോയി. ലില്ലി ഉലഞ്ഞു. അവൾ അപ്പൂപ്പനെ വട്ടം കെട്ടിപ്പിടിച്ചു. പോപ്പ് പൊട്ടിച്ചിരിച്ചു. അവൻ അപ്പൂപ്പൻ്റെ കൈവിട്ട് കടൽ തിരയിലൂടെ ഓടാൻ തുടങ്ങി. ലില്ലിക്ക് പേടിയായിരുന്നു. പോപ്പിന് ഒരു പേടിയുമില്ലേ? കൈ ഉയർത്തിക്കൊണ്ട് ലില്ലി വിളിച്ചു ചോദിച്ചു. അപ്പൂപ്പൻ ഉത്സാഹം കൊണ്ട് കൊച്ചുകുട്ടിയാവുന്നതും പോപ്പിൻ്റെ ഒപ്പം കിടന്നോടുന്നതും കണ്ട് അവൾക്ക് ചിരി വന്നു. ലില്ലി മണലിൽ ഒരു ഗുഹയുണ്ടാക്കി. കക്കകളും ശംഖുകളും പെറുക്കി അവരതിനെ അലങ്കരിച്ചു. ഒരു ഞണ്ടിനെ പിടിച്ച് അപ്പൂപ്പൻ ഗുഹയ്ക്കകത്ത് ഇട്ട് അടച്ചു. അതൊരു സന്യാസി ഞണ്ടാണ്. അത് തപസ്സിരിക്കുകയാണ്, അപ്പൂപ്പൻ പറഞ്ഞു. പക്ഷേ അവർ നോക്കിയിരിക്കെ സന്യാസി ഞണ്ട് ഗുഹയിൽ നിന്ന് പുറത്തു വന്നു. ഒരു വലിയ കടൽത്തിര വന്ന് അതിനെ കൂട്ടിക്കൊണ്ടുപോയി. ലില്ലിയുടെയും അപ്പൂപ്പൻ്റെയും പോപ്പിൻ്റെയും ഉടുപ്പുകൾ മുഴുവൻ ആ തീര നനച്ചു കളഞ്ഞു. സന്യാസി ഞണ്ടിനെ പിടിച്ചത് കടലിന് ഇഷ്ടമായിട്ടുണ്ടാവില്ല കുട്ടികളെ, അപ്പൂപ്പൻ പറഞ്ഞു. കടൽപ്പുറത്ത് കമഴ്ത്തിയിട്ട തോണികൾക്കിടയിൽ അവർ ഒളിച്ചു കളിച്ചു. ലില്ലിക്ക് അതെല്ലാം പുതുമയായി തോന്നി. അസ്തമയത്തിൻ്റെ ഭംഗി അവളെ വളരെ ആകർഷിച്ചു. എന്തു ഭംഗിയാണ് പോപ്പേ, എന്തൊരു നല്ല ആകാശമാണ്, അവൾ വിളിച്ചു കൂവി. കടലിന് മീതെ കൂടെ കൂട്ടം കൂട്ടമായി ഒഴുകി നിൽക്കുന്ന കടൽക്കാക്കകൾ, തെല്ല് ദൂരെ വല വലിച്ചു കെട്ടി ഉണക്കുന്ന മുക്കുവർ. സൂര്യൻ മെല്ലെ മെല്ലെ കടലിലേക്ക് താഴ്ന്നു പോകുന്നു. ഒരുതരം സ്വർണ്ണ വെളിച്ചം കടലിനു മീതെ പരന്നു കിടന്നു. മെല്ലെ അത് കടലിൽ അലിഞ്ഞു. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അപ്പൂപ്പൻ ലില്ലിയുടെ തോളിൽ കൈയിട്ട് നടന്നു. അപ്പൂപ്പൻ പറഞ്ഞു, ഇതാണ് ലില്ലിയപ്പ ജീവിതം. ഇത്തവണ ക്രിസ്മസ് വെക്കേഷന് അവർ മദ്രാസിൽ പോകാനാണ് നിശ്ചയിച്ചിരുന്നത്. മദ്രാസിൽ ലില്ലിയുടെ രാജു അങ്കിൾ പഠിക്കുന്നുണ്ട്. പിന്നെ അത് പോപ്പിൻ്റെ വീട്ടിലേക്കായി മാറ്റുകയായിരുന്നു. ലില്ലി ആഹ്ലാദത്തോടെ തലയാട്ടി. അവൾക്കെല്ലാം ഇഷ്ടമായിരുന്നു. എല്ലാം കൗതുകമായിരുന്നു. എല്ലാം പുതുമയായിരുന്നു. അവർ തിരിച്ചെത്തുമ്പോൾ പോപ്പിൻ്റെ അപ്പൻ മത്സ്യം പൊരിക്കുകയാണ്. ഞങ്ങളുടെ കടലെങ്ങനെ മോളെ? പോപ്പിൻ്റെ അപ്പൻ ചോദിച്ചു. അയാൾ മുരിഞ്ഞു പാകമായ മത്സ്യം ഒരു കമ്പിയിൽ കോർത്തെടുത്തു. ഹാവൂ, ഞങ്ങളുടെ നാക്കിൽ വെള്ളം വരുന്നു കേട്ടോ, അപ്പൂപ്പൻ ഉറക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞു കുട്ടികളോട് വിളിച്ച് ചോദിച്ചു, അല്ലേ കുട്ടികളെ? ലില്ലിക്ക് ഉത്സാഹമായി. ഒരിക്കലും തൻ്റെ അപ്പൂപ്പനെ ഇത്രയ്ക്ക് സന്തുഷ്ടനായി അവൾ കണ്ടിട്ടില്ല. അത്താഴം കഴിഞ്ഞപ്പോൾ അവർ മുറ്റത്ത് തീ കൂട്ടി. അതിനു ചുറ്റും തീ കായാനിരുന്നു. അപ്പൂപ്പൻ തലയിലൊരു മഫ്ലർ
ചെവി അടച്ച് ചുറ്റിക്കെട്ടി. തൻ്റെ തൂവാല കൊണ്ട് മഞ്ഞു തട്ടാതെ തല മൂടിക്കൊണ്ട് ലില്ലി അപ്പൂപ്പനോട് ചേർന്നിരുന്നു. കടലിൽ നിന്നടിക്കുന്ന ഡിസംബറിലെ കാറ്റിന് കിടുകിടുപ്പിക്കുന്ന തണുപ്പുണ്ടായിരുന്നു. തീക്കനലുകൾ ചമന്ന പൂക്കൾ പോലെ ജ്വലിച്ചു. ഉമ്മറത്തും മുറ്റത്തും അവർ ക്രിസ്മസ് വിളക്കുകൾ കൊളുത്തി. പോപ്പിൻ്റെ വീട്ടിനടുത്തുള്ള മറ്റു കുടിലുകളിലും ക്രിസ്മസ് വിളക്കുകൾ തെളിഞ്ഞിരുന്നു. ദൂരെ ഹാർബറിൽ ആയിരം വർണ്ണദീപങ്ങൾ ജ്വലിക്കുന്നത് അവർക്ക് കാണാമായിരുന്നു. ബീച്ച് റോഡിലൂടെ ഒരു കരോൾ സംഘം നീങ്ങുന്നുണ്ട്. കടൽക്കാറ്റിൽ ഒരു ക്രിസ്മസ് ഗീതം അലിഞ്ഞെത്തുന്നു. പോപ്പിൻ്റെ അപ്പൻ കടലിലെ കഥകൾ പറഞ്ഞു. അപ്പൂപ്പൻ സൈന്യത്തിന് രസകരങ്ങളായ കാര്യങ്ങൾ വിവരിച്ചു. കടൽക്കാറ്റിൽ തണുപ്പേറ്റു വിറയ്ക്കുന്ന കൈപ്പടങ്ങൾ ലില്ലി തീയിനടുത്ത് വിരിച്ചു പിടിച്ചു. കവിളുകളും മൂക്കിൻ തുമ്പും ഐസ് പോലെ തണുത്തു പോയിരുന്നു. ആ തണുപ്പും ലില്ലിക്കൊരു പുതുമയായിരുന്നു. ചൂടുപിടിച്ച കൈകൾ മുഖത്തമർത്തി രസിച്ചുകൊണ്ട് കുട്ടികൾ മുതിർന്നവരുടെ കഥകൾ കേട്ടിരുന്നു. പോപ്പിൻ്റെ അപ്പൻ ഇടയ്ക്കിടെ വിറക് കഷ്ണങ്ങൾ തീയിലേക്ക് എടുത്തിടുകയും കമ്പി കൊണ്ട് കനലുകൾ ഇളക്കി തീ ആളിക്കുകയും ചെയ്തു. പെട്ടെന്ന് ലില്ലി പാടാൻ തുടങ്ങി. കുഴലൂത്തുകാരാ വരിക, പോപ്പ് ഏറ്റുപാടി. ഗായക സംഘം ഒരുങ്ങിക്കഴിഞ്ഞു. കുഴലൂത്തുകാരാ വരിക. പാട്ടുകാർ അരയിൽ ചുവപ്പ് നാട കെട്ടുകയാണ്. തപ്പുകൊട്ടുകാർ കുപ്പായത്തിൻ്റെ ചുളിവുകൾ നിവർത്തുകയാണ്. വയലിൻ വായിക്കുന്ന കുട്ടി വെറുതെ ശ്രുതിയിട്ട് നോക്കുകയാണ്. സുന്ദരിയായ പെൺകുട്ടി അവളുടെ തൊപ്പിയിൽ ഒരു പൂങ്കുല പിടിപ്പിക്കുകയാണ്. ഗായക സംഘം ഒരുങ്ങിക്കഴിഞ്ഞു. ആ ഗാനം അവർ പാടാൻ പഠിപ്പിച്ചത് സിസ്റ്റർ ഡൊറോത്തിയാണ്. പ്രതീക്ഷയുടെ ഗാനം എന്നാണ് അവരതിന് പേരിട്ടിരിക്കുന്നത്. ലില്ലിയോടൊപ്പം പോപ്പും അത് ഏറ്റുപാടി. അപ്പൂപ്പനും പോപ്പിൻ്റെ അപ്പനും താളം പിടിച്ചു. ബലേ ബലേ, അദ്ദേഹം തലയാട്ടിക്കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു കൂവി. പോപ്പിൻ്റെ അപ്പൻ പാട്ടിൻ്റെ ചുവടുകൾക്കൊത്ത് എണീറ്റ് നിന്ന് താളം ചവിട്ടി. തൻ്റെ കനത്ത തുടയിൽ അടിച്ചുകൊണ്ട് അയാൾ നൃത്തം ചെയ്യുകയായിരുന്നു. അതങ്ങനെ എത്ര നേരം നീണ്ടുപോയി എന്നറിയില്ല. പോപ്പും ലില്ലിയുമെല്ലാം നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുക്കം ക്രിസ്മസ് വിളക്കുകൾ മങ്ങി അണഞ്ഞു. ഹാർബറിലെ വർണ്ണദീപമാലകൾ പൊലിഞ്ഞു. കരോൾ സംഘത്തിൻ്റെ ഗാനങ്ങളും അകലെയായി. മഞ്ഞു പൊഴിഞ്ഞു വീഴാനും കടൽ ഉച്ചത്തിൽ തേങ്ങാനും തുടങ്ങി. തീക്കനലുകൾ അണഞ്ഞ് അവയ്ക്കു മീതെ നനുത്ത ചാരം പൊതിഞ്ഞു. പോപ്പിൻ്റെ വീട്ടിലെ കയറ്റുകട്ടിലിൽ അപ്പൂപ്പൻ്റെ ഒപ്പം കയറി കിടക്കുന്നതേ ലില്ലിക്ക് ഓർമ്മയുള്ളൂ. അത്രയ്ക്കുറക്കം വന്നിരുന്നു. അപ്പൂപ്പൻ്റെ കൈവിരലുകൾ സ്നേഹനിർഭരമായി മുടിയിഴകളിലൂടെ ഒഴുകി നീങ്ങിയിരുന്നു. പിന്നെ എപ്പോഴോ അനേകം വർണ്ണസ്വപ്നങ്ങളുടെ മായാലോകത്തിലേക്ക് മെല്ലെ മെല്ലെ അവൾ താഴ്ന്നുപോയി. ഭാഗം 6 ഇവിടെ അവസാനിക്കുകയാണ്. കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.